അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് ഇന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. പാപമോചനം എന്നുള്ള ക്രിസ്തുയേശുവിലൂടെ മാത്രം ലഭിക്കുന്ന പാപമോചനം അഥവാ നിത്യജീവൻ എന്നുള്ള തിരുവചന ധ്യാനത്തിൻ്റെ ഭാഗമായി ഇന്ന് നാം ചിന്തിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം 47-ാം തിരുവചനത്തിൻ്റെ ആ പ്രാരംഭ വായനയോടുള്ള ആരംഭത്തിലാണ് നമ്മൾ ഇന്ന് ആ തിരുവചനം പാപമോചനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാൻ പോകുന്നത്. ആ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്, എഴുതിയിരിക്കുന്നത്: ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. തിരുവചനം ഒരിക്കൽ കൂടി വായിക്കുന്നു. ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്ന് എഴുതിയിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസാണ് ഇതിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നാം ഈ വേദഭാഗം വായിച്ചത്. സാത്താനാൽ വഞ്ചിക്കപ്പെട്ട് ചതിക്കപ്പെട്ട് നീചമായ പാപാവസ്ഥയിലേക്ക് തകർന്നടിഞ്ഞു പോയ ദൈവസൃഷ്ടിയായ മനുഷ്യൻ അവനെ തൻ്റെ പഴയ രൂപത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം ഒരുക്കിയ പദ്ധതിയാണ്, ദൈവ മനസ്സാണ് പാപമോചനം എന്നുള്ള ആ ഒരു മർമ്മപ്രധാനമായ ആത്മീയ വിഷയം. ഇതൊരു മർമ്മമാണ്. എന്നാൽ നാം അത് ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, ആരാണോ ഈ മർമ്മത്തെ ഗ്രഹിക്കുവാൻ, പാപമോചനം എന്നുള്ള ആ ദൈവിക മർമ്മത്തെ ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം ഇവിടെയായിത്തീരും. അത് ദൈവത്തിൻ്റെ വചനത്തിലുള്ള വാഗ്ദാനമാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ പാപമോചനത്തിൻ്റെ മർമ്മം വെളിപ്പെടുത്തി തരുവാൻ തക്കവണ്ണം ഇവിടെയായിത്തീരും. അതിനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തു മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു. അതായത് പാപമോചനത്തിൻ്റെ കാതലായ അടിസ്ഥാനം മൂല കാരണം ക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ നിയോഗമാണ്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരായ അപ്പസ്തോലന്മാർക്ക് നൽകിയ നിയോഗമാണ് പാപമോചനം പ്രസംഗിക്കുക എന്നുള്ളത്. അത് ആ നിയോഗം ഓരോ വിശ്വാസി, ഈ പാപമോചനത്തെ സ്വീകരിച്ച പാപമോചിതരാകുന്ന ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഓരോ നീതിമാന്മാരിലും ഈ നിയോഗം നാം സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഈ നിയോഗം നമ്മുടെ മേൽ കിടക്കുക. അതായത് ഈ പാപമോചനം പ്രസംഗിക്കുക, സുവിശേഷം പ്രസംഗിക്കുക. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞതാണ്, സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അതായത് ഈ പാപമോചനം എന്നുള്ള സദ്വാർത്ത, സുവിശേഷം എന്നുള്ള സദ്വാർത്ത എന്നാണ് അതിൻ്റെ അർത്ഥം. പാപമോചനം എന്ന് ക്രിസ്തുയേശുവിലൂടെയുള്ള പാപമോചനം എന്നുള്ള ആ സദ്വാർത്ത അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അതായത് മോചിതനായി തീർന്ന ക്രിസ്തുവിൽ ക്രിസ്തുവിൽ ദൈവം നീതീകരിച്ച ഓരോ വിശുദ്ധനും ഈ പാപമോചനം പ്രസംഗിക്കുവാൻ, ഈ സദ്വാർത്ത പ്രസംഗിക്കുവാൻ ബാധ്യസ്ഥനാണ്. നിർബന്ധം അവൻ്റെ മേൽ കിടക്കുക. അതുകൊണ്ട് അപ്പസ്തോലന്മാർ, ആ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ 12 അപ്പസ്തോലന്മാരിൽ മാത്രമല്ല, എല്ലാവരിലും
ആ അനുഭവം പ്രാപിച്ച, ഈ ദൈവിക അനുഭവം പ്രാപിച്ച, ഈ ദൈവമർമ്മം ഗ്രഹിച്ച സകലർക്കും ഈ നിയോഗം അവൻ്റെ മേൽ കിടക്കുക. ഈ ലക്ഷ്യം ഉള്ള ഈ ലക്ഷ്യത്തോടു കൂടി അല്ലാതെ കണ്ട് പ്രസംഗിക്കുന്നത്, അതായത് പാപമോചനം എന്നുള്ള ആ മുഖ്യമായ ലക്ഷ്യത്തോടു കൂടി വേണം സുവിശേഷം പ്രസംഗിക്കുവാൻ. ആ ലക്ഷ്യത്തിന് വിപരീതമായി ആരെങ്കിലും ഈ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ അവൻ അയ്യോ കഷ്ടം. ഈ തിരുവചനത്തിൽ പറയുന്ന എല്ലാ ശിക്ഷാവിധികളും അവൻ അനുഭവിക്കേണ്ടി വരും. ഇത് ഞാൻ പറയുന്നതല്ല, തിരുവചനം തന്നെ പറയുന്നതാണ്. അപ്പോൾ ഈ ലക്ഷ്യമായിരിക്കണം പാപമോചനം എന്നുള്ള വിശുദ്ധീകരണം. മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചവനായ മനുഷ്യവർഗത്തിൻ്റെ വിശുദ്ധീകരണമായിരിക്കണം പ്രസംഗത്തിൻ്റെ കാതൽ. അതായിരിക്കണം മനോഭാവം. നമ്മൾ ഈ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ആ പ്രസംഗിക്കുന്ന വ്യക്തിയുടെ മനോഭാവം ഇതായിരിക്കണം. മറ്റേതെങ്കിലും ഒരു മനോഭാവത്തിലാണ് അവൻ പ്രസംഗിക്കുന്നുവെങ്കിൽ അത് ഈ ദൈവവചനത്തിൻ്റെ ആധികാരികതയിലല്ലത്, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലല്ലത്. അപ്പോൾ അതിനുള്ള ശിക്ഷ. കാര്യം എൻ്റെ വചനം നിൻ്റെ കൈകളിൽ എടുക്കാൻ നിനക്കെന്ത് കാര്യമെന്നാണ് ദൈവം ചോദിക്കുന്നത് അല്ലാത്തവരോട്. കാര്യം ഇത് പ്രസംഗിക്കേണ്ടത്, ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന ഉപദേശം. ഇതാണ് പ്രസംഗിക്കേണ്ടത്. ക്രിസ്തുവേശുവിലൂടെയുള്ള പാപമോചനം അഥവാ നിത്യജീവൻ. അതാണ് സദ്വാർത്ത. ആ സദ്വാർത്തയായിരിക്കണം നാം പ്രസംഗിക്കുന്ന. അതായത് സത്യവേദ പുസ്തകം, വിശുദ്ധ ബൈബിൾ നമ്മൾ പ്രസംഗിക്കുമ്പോഴെല്ലാം, നമ്മൾ ശുശ്രൂഷിക്കുമ്പോഴെല്ലാം അതിൻ്റെ ആ കാതലായിട്ടുള്ള ആ നമ്മുടെ മനോഭാവം പാപമോചനം അഥവാ നിത്യജീവൻ അഥവാ വിശുദ്ധീകരണം. നമ്മുടെ ശ്രോതാക്കളായിരിക്കുന്ന ആ വ്യക്തികൾക്ക് ഈ 3 അനുഭവങ്ങൾ അവർക്ക് ലഭിക്കണം. അതായിരിക്കണം പ്രസംഗികൻ്റെ മനോഭാവം, ലക്ഷ്യം. അതല്ലാതെ കണ്ട് വേറെ ഏതെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണ്, വേറെ ഏതെങ്കിലും മനോഭാവത്തോടു കൂടിയാണ് അവൻ ആ കാര്യം ചെയ്യുന്നതെങ്കിൽ അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ളവർ ശിക്ഷാവിധിയിൽ അകപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തിനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും അവകാശമില്ല. അതുകൊണ്ടാണ് ദൈവമായിരുന്ന കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ പാപങ്ങളെ മോചിക്കുവാൻ കാരണം താൻ ദൈവമായിരുന്നു എന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് ചെയ്തത്, തെളിയിക്കുക കൂടിയാണ് ചെയ്തത്. പാപങ്ങൾ മോചിക്കുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ, മനുഷ്യർക്ക് അതിനുള്ള അധികാരമില്ല. അതുകൊണ്ടാണ് മകനെ മകളെ കർത്താവ് പല സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്, മകനെ മകളെ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. കാരണം പാപം നിമിത്തമാണ് രോഗമുണ്ടാകുന്നത്, പാപം നിമിത്തമാണ് ശാപം കടന്നു വന്നത്, പാപം നിമിത്തമാണ് ബന്ധനം കടന്നു വന്നത്, പാപം നിമിത്തമാണ് പൈശാചിക സ്വാധീന ശക്തി, പൈശാചിക അധികാരം കടന്നു വന്നത്. അപ്പോൾ ആദ്യം അവന് മോചിക്കേണ്ടത്, ആ വ്യക്തിയിൽ മോചിക്കേണ്ടത് പാപത്തിൻ്റെ ശിക്ഷയാണ് മോചിക്കേണ്ടത്, പാപത്തെയാണ് മോചിക്കേണ്ടത്. ഈ പാപത്തെ മോചിക്കുമ്പോൾ അവനിലുള്ള ആത്മാവിലുള്ള എല്ലാ രോഗങ്ങളും ബന്ധനങ്ങളും, അതുപോലെ പ്രാണനിലുള്ള എല്ലാ രോഗങ്ങളും ബന്ധനങ്ങളും, അതുപോലെ ദേഹിയിലുള്ള എല്ലാ രോഗങ്ങളും ബന്ധനങ്ങളും അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മോചിക്കപ്പെടുവാൻ തക്കവണ്ണം ഇവിടെ എത്തും. കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മൂല കാരണം പാപമാണ്. ആ പാപം നമ്മളിൽ നിന്ന് നീക്കിക്കളയുമ്പോൾ ഇതെല്ലാം നീങ്ങിപ്പോകും. നാം ഒരു തുരുമ്പുള്ള ഒരു സാധനം, വളരെയേറെ തുരുമ്പ് പിടിച്ചൊരു സാധനം, ആ തുരുമ്പ് പോകുവാനായിട്ട്, ആ തുരുമ്പെന്ന അഴുക്ക് പോകുവാനായിട്ട് അതിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യേകമായ ലായനിയിലേക്ക് അത് മുക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ നിശ്ചിത സമയം കഴിഞ്ഞ് അത് വെളിയിലെടുക്കുമ്പോൾ അതിൻ്റെ തുരുമ്പെല്ലാം പോയി വളരെ ഫ്രഷായിട്ട് പുതിയതായിട്ടിരിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി, പുതിയതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പാപമാകുന്ന ആ തുരുമ്പ്, ആ അഴുക്ക്, ആ ചെളി അല്ലെങ്കിൽ ആ കറകൾ നമ്മുടെ ആത്മാവിൽ നിന്നും നീക്കം ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് നീക്കം ചെയ്ത് കഴിയുമ്പോൾ ആ പാപത്താൽ നമ്മളിലേക്ക് വന്ന രോഗവും ശാപവും ബന്ധനങ്ങളും പൈശാചിക ബന്ധനങ്ങളും നമ്മൾ നീങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിട്ട്.
അപ്പോൾ നമ്മൾ പരിപൂർണമായ ശാരീരിക, മാനസിക, ആത്മീയ ആരോഗ്യമുള്ളവരായി തീരുവാൻ ഇടയായിത്തീരും. ഇത് യഥാർത്ഥമായി നീതീകരിക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്നതാണ്. യഥാർത്ഥമായി നീതീകരിക്കപ്പെടുന്നവർക്ക് ഉണ്ടാകുന്ന ആത്മാവിലും ശരീരത്തിലും പ്രാണനിലും ഉണ്ടാകുന്ന അനുഭവമാണ്. അല്ലാത്തവർക്ക് ഇപ്പം രോഗസൗഖ്യം കർത്താവ് കൊടുക്കും. കർത്താവിൻ്റെ അടുക്കൽ വരുന്നവരെ എല്ലാം കാര്യം നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ കർത്താവിൻ്റെ ഇഹലോക വാസകാലത്ത് കർത്താവിൻ്റെ അടുക്കൽ വന്നവർക്ക് എല്ലാവർക്കും കർത്താവ് സൗഖ്യം കൊടുത്തു. അവർ ചോദിച്ചതിനെല്ലാം കർത്താവ് അവർക്ക് നൽകി കൊടുത്തു. പക്ഷേ അവർ നിത്യജീവന് വേണ്ടി വന്നില്ല. അവർക്ക് രോഗസൗഖ്യമായിരുന്നു, അവർക്ക് ആരോഗ്യം വേണമായിരുന്നു, ഭൂതങ്ങളെ പുറത്താക്കണമായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആഹാരം വേണം, അപ്പം വേണമായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് അവർ വന്നത്. നിത്യജീവനെ ആവശ്യപ്പെട്ട് വന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ ഇല്ല. പിന്നെ അവരെ നിത്യജീവനിലേക്ക്, അതായത് നിത്യജീവൻ്റെ വചനങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് 12 അപ്പസ്തോലന്മാർ മാത്രമാണ് ആ ഉപദേശ വിഷയങ്ങൾ കേട്ടപ്പോൾ, നിത്യജീവൻ്റെ ഉപദേശ വിഷയങ്ങൾ കേട്ടപ്പോൾ കർത്താവിനോട് പറ്റിച്ചേർന്ന് നിന്നത്. ബാക്കി എല്ലാവരും വിട്ടുപോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്പോഴാണ് കർത്താവ് ചോദിച്ചത്, നിങ്ങൾക്കും പോയിക്കൂടായികയോ, പോണെങ്കിൽ നിങ്ങൾക്കും പോകാം എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഒന്നാമനായ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ അങ്ങയെ വിട്ട് എവിടെ പോകും? നിത്യജീവൻ്റെ മൊഴികൾ അങ്ങയുടെ പക്കലുണ്ട് എന്ന് അവർ പറയുവാൻ തക്കവണ്ണം അങ്ങനെ ആ 12 പേർ മാത്രം. കാര്യം അവർക്കത് വെളിപ്പെട്ട് കിട്ടി, മറ്റവർക്ക് വെളിപ്പെട്ട് കിട്ടിയെങ്കിലും അവർ അതിനെ സ്വീകരിച്ചില്ല. അവരതിനെ നിഷേധിച്ച് കളഞ്ഞിട്ട് അവർ പറഞ്ഞു, ഈ ഉപദേശം കാഠിന്യമുള്ള ഉപദേശമാണ്, ഇത് ആർക്ക് ഗ്രഹിക്കാൻ പറ്റും, ഇത് ആർക്ക് അനുസരിക്കാൻ പറ്റുമെന്നും കൊണ്ട് ബാക്കി എല്ലാവരും വിട്ടുപോകാൻ തക്കവണ്ണം ഇവിടെയായി. ഇന്നും ഇതാ സംഭവിക്കുന്നത്. ഈ സത്യസുവിശേഷം എല്ലാം മിക്കവർക്കും അറിയാം, പക്ഷെ അത് സ്വീകരിക്കുവാൻ, അത് അനുസരിക്കുവാൻ, അത് ഏറ്റെടുക്കുവാൻ, അത് തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ മനുഷ്യൻ തയ്യാറാകുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ പാപമോചനത്തിൻ്റെ അവൻ്റെ നാമത്തിൽ, അതായത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളോടും പ്രസംഗിക്കുകയും വേണം. അതായത് യെരുശലേം, അതായത് കർത്താവായ യേശുക്രിസ്തു ജനിച്ച് വളർന്ന സ്ഥലമായ യെരുശലേമിൽ തുടങ്ങി സകല ജാതികളോടും, ഭൂമിയുടെ അറ്റത്തോളം. അതിന് ദൈവവചനത്തിൽ പറയുന്നതാണ്, ആദ്യം നിങ്ങൾ യെരുശലേമിലും യഹൂദിയായാലും ശമരിയായാലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവിൻ. ഇതാണ് പാപമോചന സന്ദേശം അറിയിക്കുവാനായിട്ട്, എൻ്റെ സാക്ഷികളാകുവാൻ, പാപമോചന സന്ദേശം അറിയിച്ചുകൊണ്ട്, എൻ്റെ നാമത്തിൽ പാപമോചന സന്ദേശം അറിയിച്ചുകൊണ്ട് സാക്ഷികളാകുവാൻ കർത്താവായ യേശുക്രിസ്തു, അതായത് എല്ലായിടത്തും സകലരോടും, ഒരു വ്യക്തിയെയും അതിൽ നിന്ന് ഒഴിവ് പറഞ്ഞില്ല. എല്ലാവരോടും സുവിശേഷം അറിയിക്കുവാനാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം എന്നുള്ളത് ഇതാണ്, നിങ്ങൾക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടിയാണ്. നിങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവത്തോട് നിങ്ങളെ നിരപ്പാക്കുവാൻ, നിങ്ങളെ അടുപ്പിക്കുന്ന സന്ദേശമാണ് സുവിശേഷം. ആ സുവിശേഷത്തെ നിങ്ങൾ എന്തിന് എതിർക്കുന്നു? അതിനെ നിങ്ങൾക്ക് അല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുകയല്ല വേണ്ടത്. നിങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവത്തോട് നിരപ്പിക്കുന്ന, ദൈവത്തോട് അടുപ്പിക്കുന്ന, ദൈവത്തിലാക്കി തീർക്കുന്ന ഈ സുവിശേഷമാണ് നിങ്ങളോട് അറിയിക്കുന്നത്. അതിനെ നിങ്ങൾ എന്തിന് എതിർക്കുന്നു? അതിനെ എന്തിന് നിങ്ങൾ നിരോധിക്കുന്നു? അതിനെ എന്തിന് നിങ്ങൾ നിഷേധിക്കുന്നു? അതിലായിരിക്കുന്നവരെ എന്തിന് നിങ്ങൾ പീഡിപ്പിക്കുന്നു? അവരുടെ ആരാധനാലയങ്ങളും അവരുടെ വീടുകളും നിങ്ങൾ എന്തിന് നശിപ്പിക്കുന്നു? ഇത്രയേറെ നന്മയാണ് ചെയ്യുന്നത്, ഒരു തിന്മയും മനുഷ്യന് ചെയ്യുന്നില്ല. ഞങ്ങളുടെ ആരുടെയും കയ്യിൽ അക്ഷരികമായിട്ടുള്ള ഒരു വാളും ഒരു ആയുധങ്ങളും ഒരു മാരകായുധങ്ങളുമില്ല. ഞങ്ങൾ ദൈവത്തിൻ്റെ നിങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് അറിയിക്കുന്നു. അതെന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് പാപമോചനം ലഭിക്കുവാൻ വേണ്ടി, നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുവാൻ വേണ്ടി. നിങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവത്തോട് നിങ്ങളെ അടുപ്പിക്കുകയാണ്. നിങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിങ്ങളെ എത്തിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ വചനത്തെയും ഞങ്ങളെയും നിങ്ങൾ എന്തിനു ഉപദ്രവിക്കുന്നു? നിങ്ങൾ എന്തിന് ഞങ്ങളുടെ വസ്തുവകളും സ്ഥാപന ജംഗമ വസ്തുക്കളും ഒക്കെ നശിപ്പിക്കുന്നു? ഒന്ന് നോർമലായിട്ട് ഞങ്ങൾ എന്ത് ഉപദ്രവമാണ് നിങ്ങൾക്ക് നന്മയല്ലാതെ എന്ത് ചെയ്തു? നന്മ മാത്രമല്ലേ ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങൾക്ക് ചെയ്യുന്നുള്ളൂ. എന്തിന് നിങ്ങൾ ഈ സത്യവചനത്തെയും സത്യദൈവത്തെയും നിത്യജീവനെയും നിങ്ങൾക്ക് സൗജന്യമായി കിട്ടുന്ന പാപമോചനത്തെയും രക്ഷയെയും നിങ്ങൾ എന്തിന് ഇല്ലാതെയാക്കുന്നു? ഒന്ന് നോർമലായിട്ട് ചിന്തിക്കുക. ഇത് മതമല്ല,
അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ. ഇത് മതമല്ല. സുവിശേഷം എന്നത് ക്രിസ്തു എന്നുള്ളത് മതസ്ഥാപകനല്ല. സുവിശേഷം എന്നത് സത്യവേദ പുസ്തകം എന്നുള്ളത് മതത്തിൻ്റെ ഗ്രന്ഥമല്ല. അത് ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ്. സകല മനുഷ്യർക്കും വേണ്ടി ദൈവം ഭൂമിയിൽ നൽകിയിരിക്കുന്ന സമ്പൂർണ്ണ ഗ്രന്ഥമാണത്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എപ്രകാരമാണെന്ന കൊടുത്തിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും വിധികളും വ്യവസ്ഥകളും അടങ്ങിയ ദൈവരാജ്യത്തിൽ അംഗമായി ചേരുവാൻ, ദൈവമകനും മകളുമായി ചേരുവാനുള്ള വ്യവസ്ഥകൾ അടങ്ങിയ നിത്യജീവനിൽ എത്തിച്ചേരുവാൻ, നിത്യതയിൽ നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മളെ എത്തിച്ചേരുവാനുള്ള വഴിയാണ്. ആ സത്യമാണ്. ആ ജീവനാണ് ഈ സത്യവേദ പുസ്തകം. അതിനെ നിങ്ങൾ നശിപ്പിക്കുവാൻ നോക്കുന്നു. ആ വചനം പ്രസംഗിക്കുന്നവരെ നിങ്ങൾ നശിപ്പിക്കുവാൻ നോക്കുന്നു. എത്രയോ വിരോധാഭാസമാണ്. നോക്കിക്കുക. ഇതേപോലെയുള്ള സന്ദേശം ആര് പറയുന്നുണ്ട്? ഇത്രയും നിങ്ങൾക്ക് നന്മ മാത്രം ചെയ്യുന്ന ഒരു ദ്രോഹവും നിങ്ങളോട് ഒന്നും വാങ്ങിക്കാതെ നന്മയല്ല ചെയ്യുന്നത്. ഞങ്ങൾ അധ്വാനിച്ച പണം കൊണ്ട്, ഞങ്ങൾക്ക് ദൈവം നൽകിയ നന്മ കൊണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് അറിയിച്ച് ദൈവത്തോട് നിങ്ങളെ നിരപ്പിക്കുന്ന ആ ദൈവത്തിനും നിങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥന്മാരായ ഞങ്ങൾ, അഥവാ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങൾ, ഇതൊന്നും നിങ്ങൾ ഗ്രഹിക്കുക. ഇത് മതമല്ല. ഇത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധമാണിത്. മതം എന്നുള്ളത് അഭിപ്രായമാണ്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ സത്യവചനം എന്ന് പറയുന്നത് ഈ സുവിശേഷം എന്ന് പറയുന്നത്, സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്, സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് ഇന്നും ജീവിക്കുന്ന ദൈവവും ജീവിക്കുന്ന മനുഷ്യനും തമ്മിലുള്ള ബന്ധപ്പെടുത്തലാണ്. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇത് മതം മാറ്റമല്ല. ഇത് മതമല്ല. ഇത് മതമല്ല. ദൈവവുമായിട്ടുള്ള ബന്ധിപ്പിക്കലാണിത്. ഇത് മതമല്ല, അനുഭവമാണ്. ജീവിക്കുന്ന ദൈവവും ജീവിക്കുന്ന മനുഷ്യനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അനുഭവം, ആത്മബന്ധം. സത്യനമസ്കാരികൾ സത്യമായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവിക അനുഭവത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നത്, ഈ ദൈവവചനത്തിലൂടെ. അതിനെയാണ് നിങ്ങൾ വിലങ്ങുതടിയിടുന്നത്. അതിനാണ് നിങ്ങൾ ആ പ്രവർത്തിയെയാണ് നിങ്ങൾ തടയുന്നത്, നിരോധിക്കുന്നത്, പീഡിപ്പിക്കുന്നത്, വസ്തുവകകൾ നശിപ്പിക്കുന്നത്. ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കും. നിങ്ങൾ നോർമലായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? രാജ്യത്തിന്, സംസ്ഥാനത്തിന്, സമൂഹത്തിന് എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്നുണ്ടോ? നന്മ മാത്രമാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ, സന്ദർഭോചിതമായിട്ട് ഈ വിഷയം പറഞ്ഞുവെന്ന് മാത്രം നിങ്ങൾ ഉൾക്കൊള്ളുന്നെങ്കിൽ ഉൾക്കൊള്ളുക, തിരസ്കരിക്കുന്നെങ്കിൽ തിരസ്കരിക്കുക. കാര്യം ദൈവത്തിൻ്റെ വചനം പറയുന്നു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ എന്നാണ് പറയുന്നത്. പറയുവാനുള്ളത് ഞങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. കാര്യം ആരെയും തിരുത്തുവാൻ മനുഷ്യന് കഴിയത്തില്ല. അത് ദൈവത്തിനെ കഴിയത്തുള്ളൂ, ദൈവത്തിൻ്റെ വചനത്തിനെ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് പറയുന്ന ഈ തിരുവചനം നിങ്ങളെ തിരുത്തുവാൻ, നിങ്ങൾക്ക് സ്വയം തിരുത്തുവാനായിട്ട് സഹായകമായി തീരട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി തിരുവചന സന്ദേശത്തിലേക്ക് വീണ്ടും ഞാൻ പ്രവേശിക്കുകയാണ്. ഇത് കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ആ ഉത്തരവാദിത്വമാണ് എന്നത്. അതായത് എല്ലാ ശിഷ്യന്മാർക്കും, ക്രിസ്തുയേശുവിൻ്റെ ശിഷ്യന്മാരായ ഈ ദൈവിക അനുഭവം പ്രാപിച്ച എല്ലാവർക്കുമുള്ള ഉത്തരവാദിത്വമാണ് ഈ തിരുവചനം. ഈ സത്യത്തിൻ്റെ സാക്ഷിയാകുക, സുവിശേഷത്തിൻ്റെ സാക്ഷിയാകുക, പാപമോചനം പ്രസംഗിക്കുക എന്നുള്ളത് സകലരുടെയും ഉത്തരവാദിത്വമാണ്. ഇനി ഇത് ആരാണ് പ്രസംഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവം പ്രാപിച്ചവനാണ് ഇത് പ്രസംഗിക്കേണ്ടത്. അനുഭവമില്ലാത്തവന് പ്രസംഗിക്കാൻ പറ്റുമോ? പഞ്ചസാരയും തേനും തമ്മിൽ കഴിക്കാത്തവന് പഞ്ചസാര വെള്ളവും തേനും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇത് അനുഭവിച്ചവൻ, ഈ അനുഭവം പ്രാപിച്ചവൻ വേണം ഇത് പ്രസംഗിക്കാൻ. ഇനി ആരോടാണ് പ്രസംഗിക്കേണ്ടത്? സകല ജാതികളോടുമാണ്. ആരെയും ഒഴിവാക്കി നിർത്താണ്ട് സകല ജാതികളോടുമാണ് പ്രസംഗിക്കേണ്ടത്. ഈ അധികാരം നൽകിയിരിക്കുന്നത് സ്വർഗമാണ്, മനുഷ്യനല്ല ഈ അധികാരം നൽകിയിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് കമ്മീഷൻ എന്നുള്ള 18-ഉം 19-ഉം വാക്യങ്ങളിൽ
നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി എൻ്റെ സാക്ഷികളാകുവിൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഇരിക്കും. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടുവൻ. ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചതൊക്കെയും അവരെ പഠിപ്പിച്ചും ഉപദേശിച്ചും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇത് ദൈവം നൽകിയ കൽപ്പനയാണ്. ദൈവമാണ് ഈ നിയോഗം നൽകിയത്. ഈ ഉദ്യോഗം നൽകിയത് ദൈവമാണ്, മനുഷ്യനല്ല നൽകിയത്. ഈ പാപമോചനം ഞാൻ നേരത്തെ പറഞ്ഞു, പാപമോചനത്തിൻ്റെ ഉറവിടം അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിലൂടെ മാത്രമേ പാപങ്ങൾ മോചിക്കുവാൻ പറ്റത്തുള്ളൂ. കാര്യം പാപങ്ങൾ മോചിക്കുവാൻ വില കൊടുത്തവൻ, തൻ്റെ പ്രാണനും തൻ്റെ ജീവനും തൻ്റെ രക്തവും അർപ്പിച്ചത് യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമേ പാപം മോചിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. കാര്യം ആ അധികാരം ലഭിച്ചവൻ, പിതാവിൽ നിന്നും ആ അധികാരം പ്രാപിച്ചവൻ അവൻ മാത്രമാണ്. മറ്റൊരു വ്യക്തിക്കും ആ അധികാരം ലഭിച്ചിട്ടില്ല. ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തികൾ പറഞ്ഞോ ഞാൻ നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ അങ്ങനെ പറഞ്ഞതായിട്ട് ഇപ്പോൾ കാണിക്കാൻ പറ്റുമോ? ഇല്ല, ഒരാളും പറഞ്ഞിട്ടില്ല. വന്നിരിക്കുന്ന ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജനിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു. കാര്യം പാപങ്ങൾ മോചിക്കുവാൻ അവർക്കാർക്കും അധികാരം ദൈവം കൊടുത്തിട്ടില്ല. സൃഷ്ടാവായ ദൈവം കൊടുത്തിട്ടില്ല. അത് കൊടുത്ത് തൻ്റെ ഏകജാതനായ പുത്രനാണത് കൊടുത്തത്. പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരം കൊടുത്തത്. അതുകൊണ്ട് പാപമോചനത്തിൻ്റെ ഉറവിടം അഥവാ സ്രോതസ് യേശുക്രിസ്തുവാണ്. പാപമോചനത്തിൻ്റെ ഉറവിടം അറിയാതെ അത് പ്രസംഗിക്കുക സാധ്യമല്ല. പാപമോചനം സംബന്ധിച്ച് ഏറെ അറിയേണ്ട കാര്യമുണ്ട്. കാര്യം പാപമോചനത്തിൻ്റെ ഉറവിടം അറിയാതെ കൊണ്ട് എങ്ങനെ പാപമോചനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പറ്റും? എന്താണ് പാപം? എന്താണ് ലംഘനം? എന്താണ് അകൃത്യം എന്ന് നമ്മൾ അറിയാതെ കണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് അറിയണം, പ്രസംഗിക്കുന്നവരതറിയണം. ഇസ്രയേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം ക്രിസ്തുവിനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 31-ാമത്തെ തിരുവചനമാണ്. ഇസ്രയേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം ക്രിസ്തുവിനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവമാണ് ക്രിസ്തുവിനെ ഇതിനായിട്ട് നിയോഗിച്ചത്. ക്രിസ്തു ഞങ്ങളെ ഏൽപ്പിച്ചത്, ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ ശിഷ്യന്മാരുടെ അതിൽ നിന്നിങ്ങോട്ട് ഈ അനുഭവം പ്രാപിക്കുന്ന എല്ലാവർക്കും ആ നിയോഗം നൽകിയിരിക്കുന്നു. ദൈവം ക്രിസ്തുവിനെ ഏൽപ്പിച്ചു, ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി. ആ ശിഷ്യഗണത്തിൽ ഇന്നുമുള്ളവർക്ക് ഇവരെല്ലാം ആ ശിഷ്യന്മാരായിട്ടുള്ളവർ അത് ഏറ്റെടുത്ത് പിന്തുടർന്ന് ഇങ്ങോട്ട് പോരുക. പ്രഭുവായും രക്ഷിതാവായും കണ്ടോ, ഇത് ദൈവമാണ് ഈ യേശുക്രിസ്തുവിനെ പ്രഭുവായും രക്ഷിതാവായും പാപവിമോചകനായിട്ടും ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഇപ്പോഴും അതിനേക്കാൾ അധികം അധികാരത്തിൽ ഇപ്പോഴും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ആ പ്രവൃത്തി ചെയ്തതിന് ശേഷം വലത്തുഭാഗത്ത് ഇപ്പോൾ ഇരിക്കുക, മധ്യസ്ഥനായിട്ടിരിക്കുക. പാപങ്ങളെ നീക്കുവാൻ ക്രിസ്തു പ്രത്യക്ഷനായെന്ന് നിങ്ങൾ അറിയുന്നു. ക്രിസ്തുവിൽ പാപമില്ല. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യമാണ്. പാപങ്ങളെ നീക്കുവാൻ ക്രിസ്തു പ്രത്യക്ഷനായെന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപമില്ല. യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. ക്രിസ്തു ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ലോകാവസാനത്തിലെന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ കാലസമ്പൂർണതയിൽ എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ലോകാവസാനം എന്ന് പറയുന്നത് ഈ മുഴു ലോകത്തിൻ്റെ അവസാനമല്ല. അത് വരാൻ പോകുന്നുണ്ട്. അതിപ്പോഴല്ല. അതിനുള്ള ഈ ഭൂമിയെ തീക്കായിട്ട് ദൈവം സൂക്ഷിച്ചിരിക്കുക. ഈ പ്രപഞ്ചത്തെ മുഴുവൻ തീക്കായിട്ട് അഗ്നിയാൽ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, അഗ്നിയാൽ ന്യായം വിധിക്കുന്നതിന് വേണ്ടി ദൈവം സൂക്ഷിച്ചിരിക്കുക. അങ്ങനെ ഒരു ന്യായവിധി ഇവിടെ ഉണ്ടാവും. പക്ഷേ അതിപ്പോഴല്ല ആ ലോകാവധി. പക്ഷേ ഇവിടെ പറയുന്ന ലോകാവസാനം എന്ന് പറഞ്ഞാൽ കാലസമ്പൂർണത വന്നപ്പോൾ അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. സ്വന്തം യാഗം, കാര്യം താൻ തന്നെയാണ് യാഗമായി അർപ്പിക്കുന്നത്. കാര്യം ഈ ഇവിടെ ജനിച്ചിരിക്കുന്ന ആദാമ്യ സന്തതിയായ സകല മനുഷ്യനും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു.
കാര്യം ആദത്തിൻ്റെ DNA തന്നെയാണ് എന്നിലും നിങ്ങളിലും ഇനി ജനിക്കാൻ പോകുന്ന മനുഷ്യരിലും ഉൾക്കൊള്ളുന്നത്. ആദം എന്ന മനുഷ്യൻ്റെ DNA ആണ്. അതുകൊണ്ടാണ് ആദത്തിൻ്റെ ആ പാപം, ജന്മപാപം നമ്മളെല്ലാവരിലേക്കും വരുന്നത്. ആദാമ്യ സന്തതി പരമ്പരയായ എല്ലാവരിലും ആ പാപം വ്യാപരിക്കുന്നത്, ജന്മപാപം. പിന്നെ കർമ്മപാപം എന്നുള്ളത് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞതിന് ശേഷം നാം ഓരോരുത്തരും ചെയ്യുന്ന പാപത്തെയാണ് കർമ്മപാപം എന്ന് പറയുന്നത്. ഈ രണ്ട് പാപത്തിനും പരിപൂർണമായ നീതീകരണം നടത്തുവാൻ, ദൈവസന്നിധിയിൽ നീതീകരണ യാഗം നടത്തുവാനാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്, ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി. ലോകത്തെ എന്ന് പറഞ്ഞാൽ തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി, തൻ്റെ സൃഷ്ടികളെ എല്ലാം ശാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയും കൂടി എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട്. കാര്യം പാപത്താൽ സകല സൃഷ്ടികളും ശാപത്തിൻ്റെ കീഴിലായിപ്പോയി. ദൈവത്തിൻ്റെ സകല സൃഷ്ടികളും പാപത്താൽ ശാപത്തിന് കീഴിലായിപ്പോയി. അപ്പോൾ ആ സകല സൃഷ്ടികളെയും മോചിപ്പിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് സകല സൃഷ്ടികളും തങ്ങളുടെ മോചനത്തിനായി ഈറ്റുനോവ് അനുഭവിക്കുന്നു, ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു സകല സൃഷ്ടികളും, മനുഷ്യൻ മാത്രമല്ല. കാര്യം അവൻ്റെ പാപം നിമിത്തമാണ് സംഭവിച്ചത്, മനുഷ്യൻ്റെ പാപം നിമിത്തമാണ് സംഭവിച്ചത്. പാപം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കാര്യം വിശ്വാസമാണ്. ദൈവത്തിൽ വിശ്വസിക്കേണ്ടതിന് പകരം സാത്താനിൽ മനുഷ്യൻ വിശ്വസിച്ചത് കൊണ്ടാണ് പാപം കടന്നു വന്നത്. അത് കഴിഞ്ഞ് ആ വിശ്വാസം പിന്നെ പ്രവൃത്തിയിൽ വന്നതാണ് ഫലം പറിച്ചു തിന്നത്, കൽപ്പന ലംഘിച്ചത്. ആദ്യം സംഭവിച്ചത് വിശ്വാസമാണ്. അതുകൊണ്ടാണ് വിശ്വാസത്താലാണ് അവൻ ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയത്. മനുഷ്യനിലുണ്ടായിരുന്ന വിശ്വാസത്താലാണ് അവൻ തെറ്റിപ്പോയത്. അതുകൊണ്ടാണ് വിശ്വാസത്താൽ തന്നെ അവൻ വീണ്ടും ജനനം പ്രാപിക്കേണ്ടതായിട്ട് വരുന്നത്. അത് ദൈവത്തിൻ്റെ നീതിയിൽപ്പെട്ട കാര്യമാണ്. കൽപ്പനാലംഘനമല്ല ആദ്യം നടന്നത്, ദൈവത്തെക്കാൾ അധികം പിശാചിനെ വിശ്വസിച്ചു. അതായത് മനുഷ്യൻ പിശാചിനെ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് അവനെക്കൊണ്ട് പാപം ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് അതേ വിശ്വാസത്തോടെ തന്നെ അവൻ രക്ഷയും പ്രാപിക്കണം. അവൻ വിശ്വാസത്താൽ പാപം ചെയ്തപ്പോൾ അവൻ പണമൊന്നും കൊടുത്തില്ല, ഒരു കർമാചാരങ്ങളും ചെയ്തില്ല. അതുപോലെ തന്നെ രക്ഷിക്കപ്പെടുന്നതിനും അവൻ്റെ വിശ്വാസം മാത്രം മതി. അവൻ പണം കൊടുക്കേണ്ട ഒരു പ്രവൃത്തിയും ചെയ്യണ്ട. ഈ രക്ഷയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന ക്രിസ്തു എന്ന ആ രക്ഷാനായകനെ, ആ യാഗത്തെ, ആ ലോകത്തിൻ്റെ പാപം നീക്കുവാൻ വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിലുള്ള ആ നീതീകരണം ഏറ്റെടുത്താൽ മതി. കുഞ്ഞാടിനാൽ ലഭിച്ച ആ നീതീകരണം, ആ പാപപരിഹാര യാഗം ഏറ്റെടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ, അവൻ ആ വിശ്വാസത്താൽ ഏറ്റെടുക്കുമ്പോൾ അവന് ഈ നീതീകരണം ലഭിക്കും. അവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തരും. അതുമാത്രമേ ഉള്ളൂ വ്യവസ്ഥ. വേറെ ഒരു കുറുക്ക് വഴികളുമില്ല. യാതൊരു കുറുക്ക് വഴികളും അതിനകത്തില്ല, മറ്റൊരു കുറുക്ക് വഴികളും അതിനകത്തില്ല. അപ്പോൾ അത് നാം ഓരോരുത്തരും ചെയ്യുക. ദൈവത്തിൻ്റെ നിത്യജ്ഞാനത്തിൽ പാപത്തിന് അവിടുന്ന് ഒരുക്കിയ പരിഹാരമാണ് യേശുക്രിസ്തു. അതായത് ദൈവത്തിൻ്റെ നിത്യമായ, അതായത് ദൈവം സർവജ്ഞാനിയാണ്. ആ സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ ആ നിത്യജ്ഞാനത്തിൽ ദൈവം ഒരുക്കിയ വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. പാപപരിഹാരത്തിനു വേണ്ടി ദൈവം ഒരുക്കിയ വ്യക്തിയാണ് യേശുക്രിസ്തു. പാപം മനുഷ്യനിൽ പ്രവേശിച്ചപ്പോൾ തന്നെ യേശു മുഖാന്തരം പാപമോചനവും തദ്വാര ദൈവത്തോടുള്ള നിരപ്പും ദൈവം മനുഷ്യന് വാഗ്ദാനം ചെയ്ത് ഉറപ്പിച്ചു. കാര്യം ഈ പാപം ചെയ്തപ്പോൾ തന്നെ ദൈവം പാപമോചനത്തിനുള്ള പരിഹാരവും മനുഷ്യനോട് വാഗ്ദാനം ചെയ്തിരുന്നു. അതാണ് നാം ഇനി വായിക്കാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. പാപം ചെയ്തപ്പോൾ താൻ സൃഷ്ടിച്ച ആദം പാപം ചെയ്ത് ദൈവതേജസ്സും ദൈവിക ജീവനും നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ അവന് പരിഹാരം നിർദ്ദേശിച്ചു. ദൈവം അവന് വാഗ്ദാനം കൊടുത്തു. പാപപരിഹാരത്തിനായിട്ടുള്ള വാഗ്ദാനം അവന് നൽകി. അതാണ്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ലോകത്തിൻ്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ വാഗ്ദാനമായ പ്രവചനമാണിത്. ഇത് ആദത്തിനോട് പറയുന്നതാണ്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും
തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇത് സാത്താനോട് പറയുന്ന കാര്യമാണ്. സാത്താനോട് ആണിത് പറയുന്നത്. ആദ്യത്തെ ഭാഗം പറയുന്നത് ഹവ്വായി, ദൈവം സൃഷ്ടിച്ച ഹവ്വായി എന്ന ആദത്തിനോട് പറയുന്നു, സ്ത്രീയിൽ ജനിക്കുന്നു. അത് കഴിഞ്ഞ് ഈ ശിക്ഷ പറയുന്നത് സാത്താനോട് പറയുന്ന കാര്യം. രണ്ട് ഭാഗങ്ങൾ രണ്ടുപേരോടുമായിട്ടാണ് പറഞ്ഞത് ഈ വാഗ്ദാനം കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ദൈവം സാത്താനോട് ഇത് പറയുന്നു. അപ്പോൾ തന്നെ ഇത് ആ മനുഷ്യനോടും ഹവ്വായിടും ആദത്തിനോടും കൂടിയാണ് ഇത് പറയുന്നത്. ഇത് പൂർണ്ണമാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദത്തം സ്ത്രീയുടെ സന്തതി, ആ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമ്പോൾ സർപ്പം ആ സന്തതിയുടെ കുതികാൽ തകർക്കുമെന്നും ദൈവം മുൻകൂട്ടി പറയുന്നു. ഇപ്രകാരം ദൈവം വാഗ്ദാനം ചെയ്ത സ്ത്രീയുടെ സന്തതി ക്രിസ്തുവാണ്, കർത്താവായ യേശുക്രിസ്തുവാണെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ അസന്നിഗ്ധമായി തെളിയിക്കുന്നുണ്ട്. കാലസമ്പൂർണത വന്നപ്പോൾ, അതായത് ഗലാത്യ ലേഖനം 4:4, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചു. ഇതാണ് നേരത്തെ പറഞ്ഞില്ല കാലാവസാനത്തിങ്കൽ അല്ലെങ്കിൽ ലോകാവസാനം എന്ന് പറഞ്ഞ ഇതാണ് കാലസമ്പൂർണത എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇവിടെ കാലസമ്പൂർണത കൃത്യമായിട്ട് കാലസമ്പൂർണത എന്നാണ്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചു. ഗലാത്യർ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. ദൈവപുത്രനാണ് സ്ത്രീയിൽ നിന്ന് ജനിച്ച സ്ത്രീയുടെ സന്തതി എന്നു വ്യക്തമാണല്ലോ. കാര്യം ഇത് ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് കന്യകയിൽ നിന്നും ഈ ദൈവപുത്രൻ ക്രിസ്തു ജനിക്കുന്നത്. പാപങ്ങളെ നീക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തിയത് ദൈവം തൻ്റെ നിത്യതമായ പിതാവായ ദൈവത്തിൻ്റെയും ദൈവത്വവും പിതൃത്വവും നിത്യവുമായിരിക്കുന്നത് പോലെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പുത്രത്വവും ദൈവത്വവും നിത്യമാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ പുത്രത്വവും ദൈവത്വവും അത് നിത്യമാണ്. അതായത് മനുഷ്യപുത്രൻ എന്നുള്ളതും ദൈവപുത്രൻ എന്നുള്ളതും നിത്യത്വമാണ്. കാര്യം അതാണ് യേശുക്രിസ്തുവിന് ന്യായാധിപനായിട്ട് ദൈവം നിയമിക്കുവാൻ കാരണം. അതാണ് യേശുക്രിസ്തു ഇപ്പം ന്യായാധിപൻ കൂടിയാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഒരേ സമയത്ത് തന്നെ മനുഷ്യപുത്രനുമാണ് ദൈവപുത്രനുമാണ്. അങ്ങനെയുള്ള രണ്ട് ഭാഗങ്ങളും കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ യഥാർത്ഥ സത്യന്യായാധിപനായിരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു ഭാഗം മാത്രം മനസ്സിലാക്കുന്നവന് യഥാർത്ഥമായ സത്യന്യായാധിപതി ആയിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്തുവിനെയാണ്, കർത്താവായ യേശുക്രിസ്തുവിനെയാണ് സകല ന്യായവിധി കർത്താവായിട്ട് ന്യായാധിപനായിട്ട് ദൈവം നിയമിച്ചാക്കി വെച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ക്രിസ്തീയ ന്യായവിധി, അതായത് ക്രിസ്തുവിൻ്റെ ന്യായാസനങ്ങളെന്നുള്ള ആ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നതാണ്. ക്രിസ്തുവിൻ്റെ ജനനം മുതലുള്ള ചരിത്രം ബൈബിളിൽ നിന്നും വിശദമായി വിശകലനം ചെയ്തു പഠിച്ചാൽ പാപമോചനാർത്ഥമാണ് അവിടുന്ന് മനുഷ്യാവതാരം ചെയ്തതെന്ന് അനായാസം മനസ്സിലാവും. അതായത് കർത്താവായ യേശുക്രിസ്തു, ഇപ്പോൾ തന്നെ നമ്മൾ ഈ തിരുവചനം ഞാൻ വായിച്ച വചനങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും മനസ്സിലായിട്ടുണ്ട്. ഇനിയും നിരവധിയായ തിരുവചനങ്ങളുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജനനം അത് പാപമോചനത്തിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ അനാദി നിർണയത്തിലുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ സർവജ്ഞാനതയിൽ ഉൾപ്പെട്ട മനുഷ്യൻ്റെ നിത്യതയ്ക്ക് വേണ്ടി തൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിലും സൃഷ്ടിച്ചവനായ മനുഷ്യൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൽ ഉൾപ്പെട്ട കാര്യമാണ് ക്രിസ്തുവേശു കാലസമ്പൂർണതയിൽ നിവർത്തിച്ച് സമ്പൂർണ്ണ യാഗം കഴിച്ച് ഇപ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന ധ്യാനത്തിൻ്റെ ഈ പാപമോചനം എന്നുള്ള അതിൻ്റെ തിരുവചന ധ്യാനത്തിൻ്റെ ആ തുടർചിന്തകൾ നമ്മൾ വീണ്ടും ചിന്തിക്കുന്നതാണ്. ഇപ്പോൾ സമയം ഇപ്പോൾ ഈ വീഡിയോയുടെ സമയപരിധി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഞാനിത് അവസാനിപ്പിക്കുന്നു. ഈ തിരുവചനം നിങ്ങൾക്കും എനിക്കും സ്വർഗത്തിലും ഭൂമിയിലും 100 മടങ്ങ് പ്രതിഫലത്തിന് കാരണമാകട്ടെ, അനുഗ്രഹത്തിന് കാരണമാകട്ടെ, നിങ്ങൾക്കിത് നിത്യജീവന് കാരണമാകട്ടെ, സ്വർഗരാജ്യത്തിന് കാരണമാകട്ടെ എന്നുള്ള പരിപൂർണമായ ആശംസയോടുകൂടി ഈ തിരുവചന ഭാഗം ഇവിടെ ഉപസംഹരിക്കുന്നു. അടുത്തൊരു ആത്മീയ സന്ദേശവുമായി നമുക്ക് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, തിരുനാമത്തിന് മഹത്വം. കർത്താവായ യേശുവേ വേഗം